Example 3. Evaluate W over S x z square ds, where S is that portion of the cylinder y is equal to 2x square plus 1 in the first octant bounded by x is equal to 0, x is equal to 2, z is equal to 4, z is equal to 8. ഇതിന്റെ ഫിഗർ ഒന്ന് നോക്കാം. ഇതാണ് കണ്ടോ, ഇതാണ് സിലിണ്ടർ. സിലിണ്ടർ y is equal to 2x square plus 1. കാരണം കണ്ടോ, എക്സിനെ വാല്യൂസ് കൊടുക്കുമ്പോൾ വൈന്റെ വാല്യൂസ് കിട്ടും. ഈ സിലിണ്ടർ തന്നിട്ടുണ്ട് x is equal to 0, x is equal to 2. ഇത് പറഞ്ഞ ഇത് z is equal to 4, 2, z is equal to 8. ഇതാണ് z is equal to 4, 4, 5, 6, 7, 8. ഇതാണ് z is equal to 4, 2, z is equal to 8. കണ്ടുപിടിക്കേണ്ടത് W over S x z square ds. നോക്കാം. ഈ തന്നിട്ടുള്ള സിലിണ്ടറിലെ ഇവിടെ നോക്കാം. കണ്ടുപിടിക്കേണ്ടത് ഇതാണ് എക്സ് സെഡ് സ്ക്വയർ. അപ്പോൾ എക്സിലും സെഡിലാണ് ഉള്ളത്, വൈ ഇവിടെ ഇല്ല. Evaluate ഇത് where S is that portion of the cylinder y is equal to 2x square plus 1 in the first octant obtained by bounded by x is equal to 0, x is equal to 2, z is equal to 4, z is equal to 8. അപ്പോൾ നമ്മുടെ റീജിയൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ആണ് ഒന്നാമത്തെ ചോദ്യം. എക്സും സെഡ് അല്ല ഇവിടെ അല്ലേ, വൈ ഇല്ല. അപ്പോൾ എക്സ് സെഡ് പ്ലെയിനിലാണ് കിടക്കണേ. അപ്പൊ നമുക്ക് എവിടെ നിന്നാണ് ടോർച്ച് അടിക്കേണ്ടത്? ടോർച്ച് അടിക്കേണ്ടത് ഇതാണ് നമ്മുടെ വൈ ആക്സിസ്. ഇത് വൈ ആക്സിസിൽ നിന്നാണ് ടോർച്ച് അടിക്കണേ. അപ്പൊ അതിന്റെ പ്രൊജക്ഷൻ എങ്ങോട്ടേക്ക് വരും? പ്രൊജക്ഷൻ വരുന്നത് എക്സ്, ഇത് സെഡ് പ്ലെയിൻ, ഇത് എക്സ് പ്ലെയിൻ. എക്സ് സെഡ് പ്ലെയിനിലാണ് പ്രൊജക്ഷൻ നിൽക്കുക, എക്സ് സെഡ് പ്ലെയിനിൽ. അപ്പൊ നമ്മുടെ റീജിയൻ എന്ന് പറഞ്ഞാൽ ഈ വരച്ചു വെച്ചിട്ടുള്ള നമ്മുടെ റീജിയൻ എക്സ് സെഡ് പ്ലെയിൻ ആണ്. നമ്മുടെ റീജിയൻ എക്സ് സെഡ് പ്ലെയിൻ ആണ് റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മനസ്സിലായത്? വേരിയേഷൻ വരുന്നത് എക്സിന്റെ വൈന്റെ വേരിയേഷൻ ആണ്, എക്സിന്റെ സെഡിന്റെ വേരിയേഷൻ ആണ്. അതൊരു ഭംഗിയായിട്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എക്സ് വേരി ചെയ്ത് 0 to 2 വരെയാണെന്നും സെഡ് വേരി ചെയ്ത് 4 to 8 വരെയാണെന്നും ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് മനസ്സിലായി. എസ് എന്ന സർഫസിൽ നിന്ന് ആർ എന്ന റീജിയനിലോട്ട് വന്ന മാറ്റവും നമുക്ക് മനസ്സിലായി. നോക്കാം. We know if y is equal to g of xz is the equation of the surfaces that projects onto a region R of the xz plane, then രണ്ട് ക്ലാസ് മുമ്പ് നമ്മൾ എഴുതിയിരുന്നു W over S g of x, y, z ds. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിന് പകരം എന്ത് കണ്ടുപിടിച്ചാൽ മതി? W over R g of x, y ക്ക് പകരം ഇത്, കാരണം xz പ്ലെയിനിലാണല്ലോ. അപ്പോൾ y എന്ന് പറഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് സെഡിലായിരിക്കണം. അതിനൊരു ഫംഗ്ഷൻ ആയിട്ട് കൊടുത്തു g of x, z is equal to root of 1 plus എല്ലാം y പാടില്ല, gx whole square plus gz whole square dA. ഇതാണ് നമ്മുടെ ഫോർമുല. ടേക്ക് g of x is equal to 2z square plus 1 and R is the rectangular region in the xz plane. അത് ഞാൻ കാണിച്ചതാണ്. ഇതാണ് നമ്മുടെ gx കണ്ടുപിടിക്കുക. gx with respect to x ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ 4x കിട്ടും,
ജി സെഡ് ഇസ് ഈക്വൽ ടു, ഇവിടെ സെഡ് ഇല്ല അപ്പൊ എല്ലാം കോൺസ്റ്റന്റ് ആണ്, ഡെറിവേറ്റീവ് 0 വരും. സോ ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് എക്സ് സെഡ് സ്ക്വയർ ഡി സെഡ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 2 ഇന്റഗ്രൽ 4 to 8. ഇതതുപോലെ എടുത്ത് എഴുതണം. ജി സെഡ് സ്ക്വയർ അതുപോലെ എടുത്ത് എഴുതണം. ഇനി ഒരു മാറ്റം വരാനുള്ളത്, ഇവിടെ എങ്ങാനും വൈ ഉണ്ടായിരുന്നുവെങ്കിൽ വൈയുടെ വാല്യൂ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം വരുന്നു. ഇവിടെ അതില്ല, എക്സ് സൈഡ് മാത്രമേ ഉള്ളൂ. എക്സ് സൈഡ് അതുപോലെ എടുത്ത് എഴുതി. കണ്ടോ ഇവിടെ പറയുന്നത് എന്താ, ഈ ഫംഗ്ഷൻ അതുപോലെ എടുത്ത് എഴുതണം. കൂട്ടത്തില് എവിടെയൊക്കെ വൈ ഉണ്ടോ അവിടെയൊക്കെ വൈന്റെ വാല്യൂ കൊടുക്കണം. വൈ എന്ന് പറഞ്ഞ ജി ഓഫ് എക്സ് സൈഡ് ആണ്, അത് കൊടുക്കണമായിരുന്നു. ഇവിടെ വൈ ഇല്ല, അതുകൊണ്ട് അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇൻറ്റു റൂട്ട് ഓഫ് ഇത് 1 പ്ലസ് ജി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ 4x and whole square 4x square. then ഡി എന്ന് പറഞ്ഞാൽ ഡി സെഡ് ഡി എക്സ് ആക്കി. ഇതിനെ പോളാറിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല, എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഡി സെഡോട്ട് ചെയ്യുമ്പോൾ എക്സും റൂട്ട് ഓഫ് 1 പ്ലസ് 16x സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്, പുറത്തേക്ക് എടുത്തു. സെറ്റ് സ്ക്വയറിന്റെ കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് സെറ്റ് സ്ക്വയർ ഇന്റഗ്രൽ സെറ്റ് ക്യൂബ് ബൈ 3 വിത്ത് ലിമിറ്റ് 4 to 8 dx. 0 to 2 x into the constant upper limit minus lower limit എടുത്തു. അപ്പോൾ ഇങ്ങനെ കിട്ടി. ആ കോൺസ്റ്റന്റ് പുറത്തെടുത്തപ്പോൾ ഇങ്ങനെ കിട്ടി 512/3 minus 64/3. ഇനി ഇത് നോക്കിയാൽ മതി. ഇപ്പൊ നമുക്ക് ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇവിടെ കിട്ടിയിട്ടോ. ഇനി ഇവിടെ നിന്നാണ് നമുക്ക് നോക്കേണ്ടത്. ദാറ്റ് ഈസ് എക്സ് ഇന്റഗ്രൽ 0 to 2 x in the root of 1 plus 16x square to x. അപ്പൊ എന്ത് കൊടുക്കണം പുട്ടായിട്ട്? put u is equal to 1 plus 16x square. So du by dx is equal to 32x. du by 32 is equal to x dx. Definite integral ആയതുകൊണ്ട് ലിമിറ്റ് മാറ്റണം. x is equal to 0 to x is equal to 0 കൊടുക്കുമ്പോൾ u is equal to 1 കിട്ടും. x is equal to 2 കൊടുക്കുമ്പോൾ u is equal to 65 കൊടുക്കും. So 448/3 0 to 2. ഇതിലെ x dx ന് പകരം du by 32 വന്നു. then ഇതെന്ന് പറഞ്ഞ u raised to half, that is equal to 448/3 into ഇത് 32 പുറത്തേക്ക് വന്നു. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ u raised to half plus 1 by half plus 1 limit 1 to 65. upper limit minus lower limit എടുത്തു. സിമ്പിൾ സോൾവിംഗ് ആണ്. ഇവിടെ വരെ കിട്ടും. ഇതാണ് ഇതിന്റെ ഫൈനൽ ആൻസർ.